പിന്നെ പറയുന്നത് CAPM മോഡലാണ്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. അപ്പോൾ ആ ഒരു ഇതെന്താ വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഒരു എംഫസൈസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസ് നോക്കിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് മറ്റേ ഡിവിഡൻഡ്, EPS, പിന്നെ ഗ്രോയിങ് ഡിവിഡൻഡ്, ഇതെങ്ങനെ വെച്ചാൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ബേസിൽ സ്പെക്കുലേഷനും റിസ്ക് ആൻഡ് റിട്ടേൺ അനാലിസിസ്, പോർട്ട്ഫോളിയോ അനാലിസിസ് ഒക്കെ നോക്കിയിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റഡീസ് നോക്കിയിട്ടാണ് ഇവിടെ CAPM മോഡല് ഡിറൈവ് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ മാർക്കറ്റ് സ്പെക്കുലേറ്റീവ് റിസ്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഫോർമുല ഉണ്ടാക്കിയത്. അപ്പൊ ഈ ഒരു ഫോർമുല എന്താ വെച്ചാൽ K = RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. അപ്പോൾ RF എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ ഫാക്ടർ ആണ്. റിസ്ക് ഫ്രീ ഫാക്ടർ പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഗവൺമെന്റും കാര്യങ്ങളൊക്കെ ബോൺസ് തരിക. അപ്പൊ ആ ഒരു ഇതാണ് റിസ്ക് ഫ്രീ, അതായത് റിസ്ക് ഇല്ലാത്ത പ്രീമിയം റേറ്റ് എത്രയാണ് എന്നുള്ളത്. അപ്പോൾ സപ്പോസ് അത് പൊതുവെ നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാം. അത് സപ്പോസ് എന്താ, നമുക്ക് RF എന്ന് പറഞ്ഞാല് ഒരു 10% ആണ് വിചാരിക്കുക, RM പറയുന്നത് ഒരു 12% ആണ് വിചാരിക്കുക. അപ്പൊ എങ്ങനെയാ വെച്ചാൽ RF പറഞ്ഞ റിസ്ക് ഫ്രീ ഫാക്ടർ. അപ്പോൾ 10% വരെ റിസ്ക് ഇല്ല, റിസ്ക് ഇല്ലാത്തൊരു ഇതാണ്. അപ് ടു 10% ദർ ഇസ് നോ റിസ്ക്. അപ്പോൾ ചിലപ്പോൾ RF ഡയറക്റ്റ് ആയി തരും, ചിലപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ് ഇംപ്ലിസിറ്റ് ആയി ചോദിക്കണത് എങ്ങനെയാ വെച്ചാൽ ഗവൺമെന്റ് ബോൺസിന്റെ ഇൻട്രസ്റ്റ് 10% ആണ് എന്നുള്ളതാവും ക്വസ്റ്റ്യൻ തരും. അപ്പോൾ ഗവൺമെന്റ് ബോൺസ്, ഗവൺമെന്റ് തരുന്ന ബോൺസ്, ഡിബെഞ്ചർ, സെക്യൂരിറ്റീസ് ഒക്കെ എപ്പോഴും റിസ്ക് ഫ്രീ ആണ്. കാരണം ഗവൺമെന്റ് എപ്പോഴും റിസ്ക് ഫ്രീ ആയിട്ട് അഷ്യൂർ ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ ഗവൺമെന്റ് തരുന്ന ഒരു ബോണ്ട് എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ ആയിട്ട് ആയതുകൊണ്ട് ഗവൺമെന്റിന്റെ എന്തെങ്കിലും സെക്യൂരിറ്റീസിനാവും ചിലപ്പോൾ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് RF തരണം, അങ്ങനെയാവും. അപ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പറഞ്ഞാൽ എന്തായാലും അപ് ടു 10% റിസ്ക് ഫ്രീ ആണ്, റിസ്ക് ഇല്ല. ഓവർ ആൻഡ് അബവ് ദ പ്രീമിയം ആണ് നമുക്ക് റിസ്ക് ഉള്ളൂ. അപ്പോൾ മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ 12 ആണ്. ഓക്കെ, അല്ല റിസ്ക് അല്ല, സോറി, മാർക്കറ്റിലുള്ള റിസ്ക് പറയുമ്പോൾ അതന്നെ റേറ്റ് പറയുക 12% എന്ന് പറയുമ്പോൾ എന്താ, മാർക്കറ്റിൽ 12% ആണ് റിസ്ക് കാണുന്നത്, ഗവൺമെന്റ് പറയുന്ന ഒരു റേറ്റ് പറയുന്നത് 10 ആണ്. അപ്പൊ ശരിക്കും നമുക്ക് 12% ആണ് മാർക്കറ്റിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഒരു ഇൻവെസ്റ്ററിന് കാര്യമായിട്ട് 2% എന്തുള്ളൂ, റിസ്ക് ഉള്ളൂ. ആ ഒരു മാർജിനിൽ മാത്രം എന്ത് വരുള്ളൂ, റിസ്ക് വരുള്ളൂ. കാരണം 10% ഗവൺമെന്റ് ഷീൽഡ് ചെയ്യുന്നുണ്ട്. എക്സസ് ഓവർ ആൻഡ് അബവ് ദ റിസ്ക് ഫ്രീ പ്രീമിയം ആണ് എന്ത് നമുക്ക് റിസ്ക് ആക്ച്വലി ഉള്ളൂ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ RF അതായത് ഇവിടെ എന്താ ഒരു ബേസ്, ഇവിടെ ഇപ്പൊ ഈ കേസിൽ 10 പ്ലസ് ബീറ്റ ഇൻറ്റു RF. ബീറ്റ പറഞ്ഞാൽ എപ്പോഴും ഡയറക്റ്റ് ആയി തരുന്ന ഒരു ഇതാണ്. ബീറ്റ എന്ന് പറയുമ്പോൾ അതൊരു റിസ്ക് കോഎഫിഷ്യൻ ഫാക്ടർ ആണ്. അത് നമുക്ക് പഠിക്കാനൊന്നുമില്ല. നമുക്ക് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റഡീസും അതേപോലെ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ആ ഒരു ഫീൽഡിൽ മാത്രമേ ഈ ബീറ്റ ഫാക്ടർ ഒക്കെ കണ്ടുപിടിക്കാൻ വരുള്ളൂ. അപ്പോൾ ബീറ്റ എപ്പോഴും ഡയറക്റ്റ് ആയി തരും. അതായത് ഒരു കോഎഫിഷ്യന്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ 1.5 അങ്ങനെ 2 അങ്ങനെയൊക്കെ തരും. അതായത് 1.5 കോഎഫിഷ്യൻ ഫാക്ടർ ആണ് റിസ്കിന്റെ, അത് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സപ്പോസ് ഇവിടെ ഇപ്പോൾ ബീറ്റ ഫാക്ടർ ഇപ്പോൾ 2 ആണ് വിചാരിക്കുക. ബീറ്റ ഫാക്ടർ 2 ആണ് വിചാരിക്കുക. അപ്പോൾ 2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് CAPM മോഡൽ പറയുന്നത് എന്താ, RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. അപ്പൊ ഇവിടെ എന്താ റിസ്ക് ഫാക്ടർ പറയുന്നത് 10 ആണ്. അപ്പൊ പോയിന്റ് എപ്പോഴും ഡെസിമൽ ആയിട്ട് എഴുതുകയാണ് നല്ലത്. ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ പ്രത്യേകം പറയാം, ഡെസിമൽ ആയിട്ട് എഴുതുക ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, സോ 0.1 പ്ലസ് എന്താ ബീറ്റ ഫാക്ടർ പറയുക 2 ഇൻറ്റു എന്താ 0.12 മൈനസ് 0.1. അപ്പൊ ആ ഒരു ഇതിൽ കിട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ എന്ത് CAPM മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ